തണുത്തുറഞ്ഞ് ഐസ് കട്ട പോലെ കിടക്കുന്ന ലേക്കിൽ കൂടെ നമ്മൾ നടക്കാൻ പോവാണ്. നിൽക്കുന്നത് ലേക്കിന്റെ അകത്താണ്. വെള്ളം അടി കൂടെ ഒഴുകുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടടി കൂടെ വെള്ളം ഇതിൽ കൂടെ ആള് നടന്നു പോയിട്ട് അവിടെ കണ്ടോ, അവിടെ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് ഫിഷിംഗ് ചെയ്യിച്ചിട്ട് ഐസ് ആക്കുന്നത്. ലേക്കിൽ കൂടെ നല്ല തണുത്തുറഞ്ഞ് ഐസ് കട്ട പോലെ കിടക്കുന്ന ലേക്കിൽ കൂടെ നമ്മൾ നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ്, ഇതൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഓൾറെഡി 2-3 പേര് അങ്ങനെ ലേക്കിൽ കൂടെ നടന്ന് പോയിട്ട് ഇങ്ങനെ ഐസ് പൊട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് ഫിഷ് ചെയ്യുന്നുണ്ട്. അതിന് ഐസ് ഫിഷിംഗ് എന്നാണ് പറയാ. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ കല്ലുകൾ കാണുന്നില്ല. ഇതിൻ്റെ അപ്പുറത്ത് ആക്ച്വലി ലേക്കാണ്, നല്ല ഒഴുക്കുള്ള ലേക്കാണ്. അപ്പൊ ഇതിൽ കൂടെ ആള് നടന്നു പോയിട്ട് അവിടെ കണ്ടോ, അവിടെ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് ഫിഷിംഗ് ചെയ്യാണ് പുള്ളി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നടക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷെ നമ്മൾ ഇപ്പൊ ലേക്കിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. അവിടെ കുഴി ഉണ്ടോന്ന് അറിയില്ല, കണ്ണിലേക്കൊക്കെ സ്നോ വീഴും. അപ്പൊ എനിക്ക് തണുക്കുണ്ട്. ഇത് നോക്ക്, നമ്മൾ അവിടെ തൊട്ട് അങ്ങനെ ഇറങ്ങാൻ പോവാ. അയ്യോ, ഇത് ലേക്കാ കണ്ടോ, ഈ നടന്ന ഇവിടെ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. കുറച്ച് മെൽറ്റ് ആയതാണോ എന്നറിയില്ല. ഇതിന്റെ അടിയിൽ ലേക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുള്ള ലേക്കാട്ടോ. ഈ മനുഷ്യന്മാര് നടന്ന വഴി കൂടെ നമുക്ക് നടക്കാം. ബിക്കോസ് പൊട്ടി താഴെ വീണ നമ്മൾ നേരെ വെള്ളത്തിലേക്ക് പോകും. അങ്ങനെ അയ്യോ, അതേ പക്ഷികളൊക്കെ പോണോക്ക് കണ്ടോ. ഇതാണ് നമ്മുടെ ഗൂസ് പക്ഷി നാട്ടിലെ. അയ്യോ, ഇവര് ബാക്കിലേക്കാ പറക്കണേ. ഡിഡ് യു സീ ദാറ്റ്? എടാ, അവര് ഫ്രണ്ടിലേക്കല്ല പറക്കണേ, അവര് ബാക്കിലേക്കാ പറക്കുന്നത്. എന്തിനാ അങ്ങനെ ചെയ്യണേ? ഇവര് മുമ്പിലേക്കാ പറക്കണേ, പക്ഷെ അവര് ബാക്കിലേക്ക് എന്താ പറഞ്ഞേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഗൂസിന്? എടാ, ഇവിടെ എനിക്ക് വന്ന അത്ര സേഫ് അല്ല കേട്ടോ. നോക്കി, അവിടെ കളർ വ്യത്യാസമുണ്ട്, ഐസിന് കളർ വ്യത്യാസമുണ്ട്. നിനക്ക് ഞാൻ ഇറങ്ങാം ആദ്യം. പിടിച്ചേ, അത്ര പ്രശ്നമൊന്നുമില്ല. മറ്റേത് ഇറങ്ങാൻ നോക്കി അതിന്റെ ഇടയിലൊക്കെ കല്ലാണോ, ഏതാ കല്ല് ഏതാ അതൊന്നും മനസ്സിലാവില്ല. സൂക്ഷിച്ച് പോണേ. കല്ലാണോ ലേക്കാണോന്ന് അറിയില്ല, സൂക്ഷിച്ചു പോയിട്ടാ. കുറെ നാൾ കഴിഞ്ഞിട്ട് ഇത് സമ്മറാകുമ്പോൾ ഇവിടെ നല്ല വെള്ളം വരുമല്ലോ. അപ്പൊ നമുക്ക് പറയാം, നമ്മള് ഇത് കണ്ടില്ലേ പാലൊക്കെ, അതിന്റെ ഇടയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് ലേക്കാണ്. അതായത് ഇവിടം തൊട്ടിട്ട് അവിടം വരെ വീതിയുള്ള ഒരു ലേക്കാണിത്, ആ പാലത്തിന്റെ ആ ഒരു സ്ട്രെച്ച് തന്നെ. അപ്പൊ നമ്മൾ ലേക്കിൽ കൂടെ നടക്കുകയാണ്. ഓക്കെ, നടക്കാൻ പോവാണ്. വരും നടന്നു തുടങ്ങി. I'm just going to walk right now. സൈഡിൽ കൂടെ നടന്നാൽ മതി. ഹായ്, ഞങ്ങളിപ്പോ ലേക്കിന്റെ മുകളിലാണുള്ളത്. ഇത് കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇതാണ് അവര് പൊട്ടിച്ചിട്ട് ഐസ് ആക്കുന്നത്. വെള്ളായിരുന്നു, ഞാൻ വെച്ച ഐസാന്ന്. ആരോ മീനെ പിടിക്കാൻ വേണ്ടി തുറന്നതാ. ഇനിയിപ്പോ കൈ ഇത്ര നേരം കാല് മാത്രം തടുക്കണ്ടായിരുന്നു. കൈ തടുക്കുന്നുണ്ട്. ഞാനത് ഐസാന്ന് തൊട്ട് നോക്കി. ചുറ്റും 360 അഞ്ചാണ്. ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്, ബ്രിഡ്ജ്. ഞങ്ങൾ നിൽക്കുന്നത് ലേക്കിന്റെ
ലേക്കിന്റെ അകത്താണ്. വെള്ളം അടി കൂടെ ഒഴുകുന്നുണ്ട്. ഞങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടടി കൂടെ വെള്ളം ഗുടുഗുടുന്ന് ഒഴുകുന്നുണ്ട്. കണ്ടേ? ഇപ്പൊ ഞാൻ പിടിച്ചപ്പോ കണ്ടില്ലേ? കണ്ടോ? വെള്ളമുണ്ട്. മഞ്ഞും പെയ്ത് തുടങ്ങി. അതെ, കൈ കാണിച്ചതിന്റെ ബ്ലാക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. ഉണ്ടോ കളർ മാറിയതൊക്കെ എന്റെ കൈയുടെ തണുത്തിട്ട്. എന്താ ബ്ലാക്ക് സോക്സിൽ വെച്ച് കഴിഞ്ഞാൽ സ്നോ വീണാണ് കാണാം. ചത്തിക്ക് തണുക്കണമെന്ന് കാണാം. And what is that? And I can see how much, how deep it's here. Oh, okay, that's nice. Yeah. So if a fish is nearby, what color will that change to? No, I can show you like, you see this? That's me. That's me. Okay. See this? Uh-huh. That's me. Okay. If the fish gonna go to my lure, Uh-huh. I gonna see the fish like moving to like my lure also. Oh. Yeah. Oh, that's interesting. You are very professional at this. I like fishing, but not here in GT. Like I go in north, like 2 hours from here. Oh, okay. So you prefer winter fishing? Yes, prefer winter fishing, summer too. So in other places, have you caught fishes during winter I time? went yesterday. Did you get fishes? Yeah. Oh, what kind of fish? Walleye. Oh. Or you go like north. Like Berry, a little bit more far than Berry. There's a fish around? Oh, actually. Catch yesterday. Ah. It's a Oh, walleye. that's nice. Yeah. Do you take it home? Yes. And do you like cook and eat? Yes. Oh, Yes. that's so satisfying. Yeah. അയ്യോ, ഞാൻ കുഴി ഉണ്ടാക്കണം എങ്ങനെയാന്ന് കാണിച്ചില്ല. അപ്പൊ അവിടെ ഒരു സാധനം കുത്തി വെച്ചേക്കണ കണ്ടില്ലേ, ഒരു റെഡ് സംഭവം. അത് വെച്ചിട്ടാണ് കുഴി ഉണ്ടാക്കുക. നീ ബസ്സൊക്കെ പോകണുണ്ടോ പാലത്തിന് മുകളിൽ കൂടെ? ഫ്ലാഷ് അടിച്ചാൽ കാണാൻ പറ്റുമോ എത്ര ആഴുണ്ടെന്ന്? അങ്ങനെ കാണില്ല, പക്ഷെ നല്ല ആഴുണ്ട്. അതായത് നമ്മൾ അത്ര ഹൈറ്റിലാണ്, അത്രയും മുകളില് ഐസ് ഉണ്ട്. അപ്പം അങ്ങനെ വിള്ളൽ വന്നു അറിയാണ്ടൊക്കെ ചില ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര ട്രസ്റ്റ് ചെയ്തിട്ടൊക്കെ ലേക്കിൻ്റെ പുറത്തോട്ട് നടന്നിട്ടേ കാല്. ഇപ്പം ഇത് ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ പുറത്ത് 2 ലെയർ ഐസ് വന്നു കഴിഞ്ഞാൽ നടക്കുന്നവർ അറിയില്ലല്ലോ. അപ്പം അത് പൊട്ടിയിട്ട് അകത്തേക്ക് പോവായിരിക്കും. അപ്പോൾ നോക്കിക്കോ. അപ്പൊ നാട്ടിലൊക്കെ ഇടുന്ന പോലത്തെ പ്യൂവയുടെ ഷൂ, ചെറിയ ഷൂസൊക്കെ ഇട്ടിട്ട് അവരുടെ അങ്ങനെ തന്നെ ചെറിയ ഇതും സോക്സ് ഒന്നും ഇല്ലാണ്ട് നടക്കുക. അവരൊക്കെ നോക്കി നല്ല സ്റ്റൈലായിട്ട് എല്ലാം സെറ്റപ്പ് ഇട്ടാണ് നോക്കി. ഓ, അവിടെ നോക്കി സ്കേറ്റിംഗ് ഒക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട്. കണ്ടോ, സ്കേറ്റിംഗ് ചെയ്യണു, നല്ല സെറ്റപ്പ് ആക്കിയിട്ടില്ലേ. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് പോർട്ട് ക്രെഡിറ്റ് എന്നാണ്. അത് നോക്കി എന്ത് ക്യൂട്ടാ. എനിക്ക് വേണം പട്ടിക്കുട്ടീനെ. അവർ ഓടിക്കും. പോരുന്നു എൻ്റെ കൂടെ എന്ന് ചോദിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയിരുന്നു. എന്ത് ക്യൂട്ടായിട്ട് അവൻ കിടക്കണ നോക്കി. സ്റ്റൈലായിട്ട് കിടക്കുക, അവനറിയാണ്ട് നല്ല ഫോട്ടോസ് കിട്ടുന്നു. കിടക്കണു. നമ്മൾ നടന്ന് കാറെത്തി. അപ്പൊ നോക്കിക്ക് എത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇതൊന്ന്. ഇത് പോർട്ട് ക്രെഡിറ്റ് ആണ്. പോർട്ട് ക്രെഡിറ്റ് ഇൻ മിസിസാഗ. ഈ കാണുന്നത് പോർട്ട് ക്രെഡിറ്റ് ലേക്ക് ആണ്. പക്ഷെ ലേക്കിന്റെ മുകളിൽ ഇപ്പൊ സ്നോ വീണ് മഞ്ഞ് വീണ് നമുക്ക് നടക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ നടന്ന് പോയത്. പട്ടിക്കുട്ടി കുരക്കുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഓണറിനോട് ചോദിക്കുന്നതാവാം. കുറച്ച് 5 മിനിറ്റ് നിന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയറ് പൊട്ടിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഡിക്കിയിലിട്ട് കൊണ്ടുപോകാൻ. ഹീസ് എ വെരി ക്യൂട്ട് പട്ടിക്കുട്ടി. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഐ വാസ് ജസ്റ്റ് കിഡിങ്. ആൾക്കാർ ഇനി തെറ്റിദ്ധരിക്കരുത്, കാനഡയിൽ ഇങ്ങനെ പട്ടിക്കുട്ടീനെ എടുത്തോണ്ട് പോകാമെന്നൊന്നും വിചാരിക്കരുത്. അതൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ, വീണ്ടും കാണാം വേറൊരു വ്ളോഗിൽ. ബൈ.